ഇന്ന് വണ്ടിയുടെ 8500 കിലോമീറ്റർ ആയതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയാണ്. യൂസർ റിവ്യൂ എന്ന് തന്നെ പറയാം. വണ്ടിയുടെ കുഴപ്പങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നല്ല കാര്യങ്ങളുമുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ ഈ 8000 കിലോമീറ്റർ ഓടിയിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ മോശം അഭിപ്രായം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഒരു ടാപ്പറ്റ് നോയ്സ് ഉണ്ട് ഏറ്റവും ഹെഡിൽ നിന്ന്. അത് നമ്മൾ ലോങ് ഓടുന്നതിനനുസരിച്ച് എടുക്കും. നമ്മൾ ഒരുപാട് ഓടുകയാണെങ്കിൽ ഒരുപാട് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അടുത്ത സർവീസിന് കാണിച്ചാൽ മതി, നമുക്ക് എഞ്ചിൻ അഴിച്ച് നോക്കേണ്ടി വരും എന്നൊക്കെ. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫോഗ് പറഞ്ഞൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു അറ്റത്തായിട്ട് ഫോഗ് കയറിക്കും, അതുപോലെ ഇതിൽ നിൽക്കും. അത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഒരു ഇഷ്യൂ ആകാനാണ് ചാൻസ്. വേറെ ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്വിച്ചസും അതിന് കുഴപ്പമില്ലാത്ത സ്വിച്ചുകളാണ്. ഇപ്പോഴും ഒരു മങ്ങലോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഗ്രിപ്പ് വെയിൽ കൊണ്ടിട്ടാവണം ഒരുമാതിരി പിടിക്കാൻ സുഖമില്ലാത്ത പോലെ ആയിരിക്കണം. ക്ലച്ച് ലിവറും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ലിവറൊക്കെ തന്നെയാണ്. വണ്ടിയൊക്കെ എടുക്കണവന്മാർ ടാങ്കൊക്കെ ഒന്ന് PPF അടിക്കാൻ നോക്കുക. സ്ക്രാച്ചുകളൊക്കെ വരുന്നുണ്ട്, വരാനുള്ള കാരണമാണ്. ബാഗ് വെക്കാന്ന് വെച്ചാൽ അത് ലുക്കിനെ ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ ബാഗ് വെക്കാനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ടയർ വരുന്നത് CHൻ്റെ ടയറാണ്. ടയർ 120/80 120 സെക്ഷൻ ടയറാണ്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുള്ള ടയർ തന്നെയാണ്. നല്ല കോർണർ ചെയ്യാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോർണർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലിവറിൻ്റെ അടി ഭാഗമുണ്ടോ, അതേപോലെ സ്ക്രാച്ച് ആവും. അതേപോലെ ആ പുറത്തും ഉണ്ട്. ഇതുണ്ടോ, ഈ ഭാഗത്തും അങ്ങനെ ഒരു സ്ക്രാച്ച് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടിഭാഗം നന്നായിട്ട് റോട്ടിൽ തട്ടുന്നുണ്ട്. ഇല്ലാതെ ഒന്നും കോർണർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരു ഗ്യാപ്പിൽ നമുക്ക് കോർണർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് ടെയിൽ ലാമ്പിനെ കുറിച്ചാണ്. ഇത് എൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, അതോ വണ്ടിയുടെ പ്രശ്നമാണോന്ന് അറിയില്ല. 2 വട്ടം കഴുകിയതിന് ശേഷം ടെയിൽ ലാമ്പ് വർക്ക് ചെയ്തിട്ടില്ല. ബൾബ് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് ഷോറൂമിൽ കാണിച്ചപ്പോൾ, പാലക്കാട് കാണിച്ചപ്പോൾ അവരിത് നേരാക്കി തന്നു. ഇപ്പോഴും അതുപോലെ അത് പിന്നെയും വർക്കാവുന്നില്ല. ബൾബ് പൊട്ടിക്കാണ് എന്താണെന്ന് അറിയില്ല. അത് ഷോറൂമിൽ കാണിച്ചപ്പോൾ അടുത്ത സർവീസിൽ അവർ നേരാക്കി തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വരുന്നത് ബൈബറിൻ്റെ ഡിസ്ക്കാണ്, ബ്രേക്ക്. അത് നല്ല പെർഫോമൻസ് ഉള്ളൊരു ബ്രേക്ക് തന്നെ കേട്ടോ. ഒരുപാട് ആക്സിഡൻറ്റ് സിറ്റുവേഷനിൽ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതുവരെ ABS ആയതുകൊണ്ടും കൂടി ഇതുവരെ ലോക്കായിട്ടില്ല. അങ്ങനെ നമുക്കൊരു മോശം അഭിപ്രായം പറയാനൊന്നും ബ്രേക്കിനെ കുറിച്ചില്ല. വളരെ നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. അത് ഓക്കെ, ഡ്രമ്മാണ്, നമുക്ക് ഇച്ചിരി ലോക്കൊക്കെ ആകുന്നുണ്ട്. എന്നാലും ഈ വണ്ടിനെ പിടിച്ചു നിർത്താൻ ഒരു 80% ഇത് പിടിച്ചാലും ബാക്കി 20 ഫ്രണ്ട് പിടിച്ചാലും മതി. വണ്ടി നിൽക്കാത്തൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ സൈലൻസർ സൗണ്ട് ഇല്ല എന്നൊക്കെ ആദ്യം വിചാരിച്ച്, പിന്നെ വണ്ടി എത്രത്തോളം ഹീറ്റാകുന്നു അത്രത്തോളം സൗണ്ട് കൂടി വരും. എന്തായാലും ആഫ്റ്റർ മാർക്കറ്റ് നോക്കണം, സർവീസ് വഴിയായിട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ക്രാഷ് കാർഡ് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് വെച്ചാണ് കേട്ടോ. അതാണ് ഒരു തുരുമ്പ് പിടിച്ച പോലെ അതിൻ്റെ ഉള്ളിൽ. എന്തായാലും ഒരു WD-40 അടിച്ച് കയ്യിലൊക്കെ നല്ല പരമാവധി എല്ലാവരും കമ്പനി സാധനം ഇടാൻ നോക്കുക. ഇത് കമ്പനി സാധനം അല്ല ഞാൻ ഇട്ടിറക്കണത്, അതിൻ്റെ പ്രശ്നമാണ്. മഡ് ഗാർഡും കമ്പനിയല്ല, അത് തുരുമ്പ് പിടിക്കുന്നുണ്ട് പെട്ടെന്ന്. കമ്പനി സാധനം തന്നെ ഇടാൻ നോക്കുക. ഇത്തിരി വില കൂടിയാലും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. മൈലേജ് ഒരു 34-35 കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ 30 അടുപ്പിച്ച് കിട്ടിയിരുന്നുള്ളൂ, ഇപ്പോൾ 34-35 കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മൈലേജ് തന്നെ ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഈ വണ്ടിയൊക്കെ ആരും മൈലേജ് നോക്കിയിട്ട് എടുക്കുന്നതും കൂടെ അല്ലല്ലോ. മൈലേജ് ഒരു 35 റൗണ്ട് ആക്കിക്കോളൂ. 35 കിട്ടുന്നുണ്ട് മൈലേജ്. വണ്ടിയിൽ എനിക്കങ്ങനെ പ്രശ്നം തോന്നിയത് ടൈൽ ലാമ്പും അതുപോലെ എഞ്ചിൻ്റെ ഒരു ടാപ്പ് നോയ്സ് മാത്രമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല സാറ് വണ്ടിക്ക്. ടയറിൻ്റെ ഭാഗത്ത് നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ടയർ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മുടെ ബാക്ക് ടയറിൻ്റെ കാര്യമാണ്. ബാക്ക് ടയർ കുഴപ്പമൊന്നുമില്ല, എന്നാലും തേനി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ. 8000 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, 10 കൂടി എങ്ങനെയൊക്കെ ഓടണമല്ലോ. പിന്നെ പറയാൻ മാത്രം ഇങ്ങനെ മോശം അഭിപ്രായമൊന്നുമില്ല.
വണ്ടിക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞാൽ ഈ എൻജിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് ആ ടാപ്പറ്റ് നോയ്സ്. പിന്നെ ഉള്ളത് ബാക്ക് ലൈറ്റ് ബൾബ് പൊട്ടിപ്പോകുന്ന പ്രശ്നമാണ്. ഇതിൽ വെള്ളം ഇറങ്ങിയിട്ടാണെന്നാണ് തോന്നുന്നത്. ഈ ടാപ്പറ്റ് നോയ്സാണ് എനിക്ക് കൂടുതൽ ഇറിറ്റേറ്റ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ബാക്കിലിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു നോയ്സിൻ്റെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത സർവീസിൽ തേർഡ് സർവീസിൽ വണ്ടി അടിപൊളിയാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്.